ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എംബ്രോയ്ഡറി സ്റ്റിച്ചിനെ കുറിച്ചായിക്കോട്ടെ അല്ലേ. അപ്പോൾ എംബ്രോയ്ഡറി സ്റ്റിച്ചുകൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം, സ്റ്റിച്ചുകൾ എത്ര എണ്ണമുണ്ടെന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് ഉത്തരവുണ്ടാവില്ല. കാരണം 900 സ്റ്റിച്ചുകൾ ഉണ്ടെന്ന് വേണമെങ്കിൽ കാരണം എത്ര എണ്ണം സ്റ്റിച്ചുകളാണ് ഉള്ളതെന്ന് ആർക്കും ഉത്തരം പറയാൻ പറ്റില്ല. എംബ്രോയ്ഡറി സ്റ്റിച്ചുകൾ 2 തരത്തിലാണുള്ളത്. ഒന്ന് ബേസിക് സ്റ്റിച്ച് എന്ന് പറയാം, രണ്ടാമത്തേത് ട്രഡീഷണൽ എംബ്രോയ്ഡറി സ്റ്റിച്ച് എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ 900 സ്റ്റിച്ചുകൾ ഉണ്ടായിരിക്കുന്നത് 28 തരം ബേസിക് സ്റ്റിച്ചുകളിൽ നിന്നാണ് ഈ സ്റ്റിച്ചുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഈ 28 സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് ആണ് ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചുകളും. പിന്നെ രണ്ടാമത്തെ സ്റ്റിച്ച് ട്രഡീഷണൽ സ്റ്റിച്ച് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതും പറഞ്ഞാൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും ട്രഡീഷണൽ വർക്കുകളാണ്. കാശ്മീരി വർക്ക്, കാന്ത വർക്ക്, ആരി വർക്കെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. അങ്ങനെ ആ വർക്കുകളൊക്കെ കേരളത്തിലും എത്തി നമ്മളും അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ റണ്ണിങ് സ്റ്റിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇത് നെക്കിൽ ചെയ്യാം, പിന്നെ കുട്ടികളുടെ ഉടുപ്പിൽ ചെയ്യാം, പിന്നെ സാരിയിലും പിന്നെ ചുരിദാറിൻ്റെ ബോർഡറിലൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച്. ഇവിടെ കാണുന്ന ഈ ഒരു ലോട്ടസ് ഫ്ലവർ ഡിസൈന് റണ്ണിങ് സ്റ്റിച്ച് കൊണ്ട് ചെയ്തിരിക്കുന്നൊരു ഫ്ലവറാണ്. ഒരു സിമ്പിൾ ഫ്ലവറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഔട്ട്ലൈൻ മാത്രമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈന് കുട്ടികളുടെ ഫ്രോക്കിലും ചുരിദാറിലുമൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇനി ഇവിടെ കാണിച്ചുള്ള ഈ ഒരു ലോട്ടസ് ഫ്ലവർ കണ്ടില്ലേ, ഇത് നിറയെ ഫില്ല് ചെയ്തിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ ലോട്ടസ് ഫ്ലവർ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, താമരയുടെ വേറൊരു ഡിസൈൻ. നമ്മൾക്ക് കഴിവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ നമ്മൾക്കിത് പല രീതിയിൽ പല രൂപത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഈ മേഖലയിൽ നമുക്ക് വിജയിക്കാനും പറ്റും. ഇവിടെ കാണിച്ചിരിക്കുന്ന ഡിസൈനുകളൊക്കെ റണ്ണിങ് സ്റ്റിച്ച് കൊണ്ട് ചെയ്തെടുത്തിരിക്കുന്ന ഡിസൈനുകളാണ് കേട്ടോ. ഇനി നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് കാണണ്ടേ. 6 ഇഞ്ച് നൂലെടുത്തിട്ട് ഞാൻ സൂചിയിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുത്തു. എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം വീണ്ടും അടിയിലേക്ക് കുത്തി കൊടുക്കുന്നു. ഇങ്ങനെ സൂചി പലവട്ടം കുത്തി ഇറക്കുകയും കുത്തിയെടുക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റിച്ചുകൾക്കിടയിൽ വരുന്ന സ്പേസിൻ്റെയും അതുപോലെ ഈ സ്റ്റിച്ചിൻ്റെയും സ്പേസുകൾ ഒരുപോലെ ആയിരിക്കണം. ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള ഈ സ്പേസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. കുറച്ച് അകലം പാലിച്ചാണ് ഞാൻ ഓരോ സ്റ്റിച്ച് ഇട്ടിരിക്കുന്നത്. ഇനി നോക്കിക്കോളൂ, സ്റ്റിച്ചുകൾ ഞാൻ വളരെ അടുപ്പിച്ചാണ് ഇടാൻ പോകുന്നത്. അതായത് സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള സ്പേസുകൾ ഒരുപാട് കുറച്ചിട്ടാണ് ഇടാൻ പോകുന്നത്. ഞാൻ നേരത്തെ ഇട്ട സ്റ്റിച്ചിൻ്റെ വളരെ അടുത്തായിട്ട് തന്നെ സൂചി അടിയിൽ നിന്നും മേലേക്ക് കുത്തിയെടുക്കുകയാണ്. ഇനി വീണ്ടും ചെറിയൊരു സ്പേസ് വിട്ടതിന് ശേഷം വീണ്ടും സൂചി അടിയിലേക്ക് കുത്തിക്കൊടുക്കുന്നു. ഇതുവരെ ഞാൻ കാണിച്ചത് സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള അകലം കൂട്ടി കാണിച്ചു, അതുപോലെ അകലം കുറച്ച് കാണിച്ചു. ഇനി ഞാൻ കാണിക്കുന്ന രീതി ഒന്ന് നോക്കൂ. ഈ രീതി ഒന്ന് നോക്കൂ. കുത്തുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വളരെ സ്ലോയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെയും ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. സൂചിത അടിയിലേക്കൊന്ന് കൊണ്ടുപോയി. നേരത്തെ നമ്മൾ കാണിച്ചത് എന്താ, സൂചി ഫുള്ളായിട്ട് അടിയിലേക്ക് എടുത്തു, എന്നിട്ട് അതിന് ശേഷം സൂചി ഫുള്ളായിട്ട് തന്നെ മേലേക്ക് എടുക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സൂചിയുടെ അറ്റം ചെറുതായിട്ടൊന്ന് അടിയിലേക്ക് ഇറക്കിയതിന് ശേഷം വീണ്ടും അവിടുന്ന് തന്നെ മേലേക്കൊന്ന് സൂചിയുടെ അറ്റം എടുക്കുന്നു. വീണ്ടും ആ സൂചിയുടെ അറ്റം തന്നെ ചെറുതായിട്ടൊന്ന് താഴേക്ക് ഇറക്കുന്നു, വീണ്ടും മേലേക്ക് എടുക്കുന്നു. ഇങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലവണ്ണം മനസ്സിലായെന്നും വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.